പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കി പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ ചെതറി നിൽക്കുന്നവരുണ്ട്, മനസ്സ് പതറി നിൽക്കുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവരുണ്ട്, മക്കളുടെ രോഗങ്ങളെക്കുറിച്ച് ആദി കൊള്ളുന്നവരുണ്ട്, പേക്കിടാങ്ങളുടെ രോഗങ്ങളെക്കുറിച്ച് ആദി കൊള്ളുന്നവരുണ്ട്. കർത്താവ് അങ്ങനെ എല്ലാ ആദികൾക്ക് അറുതി വരുത്താൻ അങ്ങയോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ, ഓരോരോ മനുഷ്യരെ അവരുടെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയും ചെറുത്തു നിൽപ്പിന് വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരുടെ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവ് ന്യായമായ എല്ലാ പോരാട്ടങ്ങളിലും കർത്താവിൻ്റെ ശക്തി നിന്നെ ആവശ്യിക്കുകയും നീ ചെയ്തു തീർക്കേണ്ട ജോലി കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യാൻ വേണ്ടിയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയും അത് പൂർത്തിയാക്കാൻ വേണ്ടിയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനത്തിരിക്കുന്ന പോലെ അവൻ ചെയ്തതെല്ലാം
കർത്താവ് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നിൻ്റെ ജോലികളെയെല്ലാം, നിൻ്റെ ഉത്തരവാദിത്തങ്ങളെയെല്ലാം, നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെയെല്ലാം, ഇന്നത്തെ മുഴുവൻ യാത്രകൾ, ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ, ഇന്നത്തെ മുഴുവൻ എഴുത്തുകുത്തുകൾ, ഇന്നത്തെ മുഴുവൻ ഫോൺ വിളികൾ, ഇന്നത്തെ മുഴുവൻ സംഭാഷണങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ അമ്മയുടെ മധ്യസ്ഥന് ലഭിക്കുകയും നീ വിജയശ്രീലാളിതനായി തിരികെ വരാൻ, ഇന്ന് രാത്രി കിടക്കയിലേക്ക് വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഞാനൊരിക്കലേ ഒരു ചേട്ടായി, ഒരു സഹോദരൻ ഒരു ഭയങ്കരമായ ഒരു സംഘടനത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ വെടിവെച്ചു. അദ്ദേഹം മരിച്ചുപോയി. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും മരിച്ച ആളും ജ്യേഷ്ഠനും തമ്മിൽ ഭയങ്കര ജീവനായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പെണമെടുക്കാൻ പോയി. എന്നാൽ പള്ളിയിലൊക്കെ കൊണ്ട് ഭയങ്കരമായ സങ്കടകരമായ ഒരു വലിയൊരു അവസ്ഥയാണത്. ആ അവസ്ഥയിൽ ആർക്കും സഹിക്കത്തില്ല. അന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇങ്ങയുടെ കയ്യിലുമൊക്കെ തോക്കുണ്ട്. ഇങ്ങേർക്ക് വേണമെങ്കിൽ ആരെങ്കിലും വിട്ടെങ്കിലും ശത്രുക്കളെ നിഹരിക്കാൻ പറ്റും. അതുമൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെയ്യാൻ കാരണം ഞാൻ അദ്ദേഹത്തെ വിട്ടുപോയില്ല. അന്ന് വിട്ടുപോകാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മരിപ്പ് ദിവസം, അടക്കത്തെ ദിവസം രാത്രി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. അപ്പം എൻ്റെ ഇരിപ്പ് അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തുന്നുണ്ട്. വെളുപ്പിന് 3 മണിയായി. ബന്ധപ്പെട്ടവരും അടുത്തൊക്കെ അവിടെ ആ പ്രദേശത്തും പറമ്പിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ചു. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ല പുള്ളി. അപ്പം ഞാൻ കർത്താവിനെ പറഞ്ഞ കർത്താവ് ഇയാൾക്ക് അഭിഷേകം കൊടുത്തില്ലെങ്കിൽ ഇങ്ങേർക്ക് പ്രാർത്ഥിക്കത്തില്ല. അപ്പം ഇങ്ങനെ അഭിഷേകം കൊടുക്കണം. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു നമുക്ക് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്. ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം ഇങ്ങനെ പതറി നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ഞാൻ എന്നിട്ട് പറഞ്ഞു ബൈബിളെ കൈവെക്കാൻ പറഞ്ഞു. ബൈബിളെ കൈവച്ചപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ, നിൻ്റെ കയ്യിലാണ് ഈ മനുഷ്യൻ്റെ ജീവൻ. ഞാൻ നിൻ്റെ ഒരു കപ്പേരിനെ പോലെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. നിൻ്റെ പേരിൽ എനിക്ക് ഈ വിഷയമൊന്നും മോണിറ്റർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നീ എന്നെ സഹായിക്കണം, ഈ മകനെ ധൈര്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിത് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു നമ്പർ പറയാൻ പറഞ്ഞു. ഇങ്ങനെ നമ്പർ പറയാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞ 11 എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു നമ്പർ കൂടി പറഞ്ഞു. പിന്നെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ സുവിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം യോഹന്നാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കിടക്കുന്നത് യോഹന്നാൻ 11 ലാസറിൻ്റെ മരണത്തെക്കുറിച്ചാണ് കിടക്കുന്നത്. നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ കണ്ണു നിറഞ്ഞു. കർത്താവ് അറിഞ്ഞല്ല, അത് മതിയെന്ന് പറഞ്ഞു. കർത്താവ് അറിഞ്ഞല്ല എൻ്റെ വിഷമവും എൻ്റെ കുടുംബത്തിൻ്റെ, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിന് ആൾക്കാരെ ശക്തിപ്പെടുത്താൻ കഴിയും. അതുപോലൊരു സംഭവമാണ് ഒരു ടീച്ചർ ദിവസം എൻ്റെ മുറിയിൽ വന്ന്, അത് ഇവരും കടൂരമായൊരു വേദനയപ്പെട്ട് പോവുകയെന്ന്. ചെറുപ്പക്കാരൻ അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, സ്നേഹിച്ചതിനെ ജീവിച്ചു. പക്ഷേ ഭർത്താവ് ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു. ഞാനാണ് ഉപചാരങ്ങൾ ചെയ്തത്. പിന്നെ ആശുപത്രിയിൽ പോയി ലാസാക്കാൻ ഞാനാണ് കൊടുത്തത്. എനിക്ക് അവരുടെ ഞാനന്ന് കൊച്ചച്ഛനായിരുന്നു. എനിക്ക് ആ ഭർത്താവ് മരിച്ച ശശിയെ കാണാൻ എങ്ങനെ അവരോട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എനിക്ക് അന്ന് പരിചയമില്ലായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ എനിക്ക് പെട്ടെന്ന് കർത്താവ് ത്രോട്ട് ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ ഞാൻ അവർ പറയണ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അവരതിനെ അതിജീവിക്കുകയും ചെയ്യും. പണ്ട് എനിക്ക് ആ ഒരു വരപ്രസാദം ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ 93-92 കാലങ്ങളിൽ. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനിവരെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇവരെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ മേടയിൽ അവർ വന്നപ്പോൾ ഞാൻ അവർക്ക് ഊണ് കൊടുത്തു.
എന്നിട്ട് അവർ പോകാൻ നേരത്ത് അവരോട് പറഞ്ഞു, ഞാൻ സ്ഥലം മാറി പോയായിരുന്നു അവിടെ പള്ളിയിൽ നിന്ന്, അവിടെ സ്ഥലത്ത് നിന്ന് അവരുടെ പള്ളിയിൽ നിന്നപ്പോൾ അവരെന്നെ കാണാമെന്നാണ്. ഉച്ചക്ക് വന്ന് കണ്ട് ഊണ് കൊടുത്തു. പിന്നെ അവർ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴവരെന്നോട് പറഞ്ഞു, ഐശ്വര്യ 54:5 എന്ന് പറഞ്ഞു. എനിക്ക് അന്നത്തെ ഒരു കാലം, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങനെ ധരിക്കുന്ന രീതിയിൽ അന്നത്തെ കാലത്തേക്ക് അതൊന്നും അത്രയും ഈ ജനമിങ്ങനെ വചനം കൊണ്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കി വരുന്നൊരു കാലമാണ്. 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. സൈന്യങ്ങളുടെ കർത്താവ് എന്നുവെച്ചാൽ സർവശക്തനാ എന്നാണ് അവിടുത്തെ നാമം. അപ്പം ഞാനോർത്ത് ദൈവമേ, ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടലാണ് ദുഃഖത്തിൻ്റെ. അതിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് ഇവർ ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയണില്ലേ? അപ്പം ഇവിടെ ഭർത്താവിനേക്കാളും അതിൻ്റെ വിയോഗത്തെക്കാളും ഇതിനെല്ലാം അവർ അതിജീവിച്ചിരിക്കുകയാണ്. ആരെക്കൊണ്ട്? ക്രിസ്തുവിനെ കൊണ്ട്. അതായത് ക്രിസ്തുവിനെ അത് ആ ഒരു തകർച്ച ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ അവർക്ക് കൊടുത്ത ഒരു അവസരമാണത്. അവരത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു. നമുക്കറിയാം, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അതായത് ഏറ്റവും ക്രിസ്തുവിനെ അനുഭവിക്കാൻ ഏറ്റവും നല്ല സമയം ഇപ്പം നമുക്ക് പല കാലങ്ങളില്ലേ അല്ലേ? കുരുമുളക്, പണ്ട് ചേരമാൻ പെരുമാളിൻ്റെ ഒരു കഥ ഉണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ കാലത്ത് ഈ പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഒക്കെ ഇവിടെ വന്ന് അവർ നമ്മുടെ കുരുമുളകൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയും അവരുടെ കൂണോപ്പുള്ള കമ്പനിയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും കുരുമുളക് തൈ കൊണ്ടുപോയി വിടുന്നു. അപ്പോൾ ഇവിടുത്തെ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, തിരുമേനി, നമ്മളെ കുരുമുളക് തൈയും കൊണ്ട് അവർ പോയി. ഇനിയിപ്പോൾ അവർക്ക് തന്നെ കുരുമുളക് പിടിപ്പിച്ചാൽ പിന്നെ അവരിങ്ങോട്ട് വരത്തില്ല, നമ്മൾ പട്ടിണിയായി പോകുമെന്ന് പറയും. ഉടനെ സാമൂതിരി പറയവേ, കുരുമുളക് തൈ കൊണ്ടുപോകാം അവർക്ക്, പക്ഷെ തിരുവാതിര കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, എന്തൊരു ജ്ഞാനമാണ്! തിരുവാതിര എന്ന് പറഞ്ഞ് നമുക്കറിയാമില്ലേ? നമുക്ക് ഈ വർഷകാലത്തെ തിരുവാതിരയ്ക്ക് പെയ്യുന്ന 140 മഴയിലാണ് കുരുമുളകിൻ്റെ ബീജഭാവങ്ങളും എല്ലാം നടക്കുന്നത്. അത് നമുക്ക് ദൈവം ദാനമായി നൽകിയതാണ് കാലാവസ്ഥയൊക്കെ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ എനിക്ക് പേടിയാണ്. കാര്യം നമ്മളാകപ്പാടെ ഇവിടെ അവശേഷിക്കണം നമ്മുടെ പഴയ കാലാവസ്ഥയിൽ. അതും കൂടി പോയാൽ പിന്നെ ഒന്നുമില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഒരു വിഷയമാണിത്. എന്താണിത്? ക്രിസ്തുവിനെ, അതായത് ഒരു മനുഷ്യനെ ഇന്ന് എടുത്തു മാറ്റാൻ കഴിയുന്ന എന്താണ്? ക്രിസ്തുവിനെ എടുത്തു മാറ്റിയാൽ മാത്രമേ ഒരു മനുഷ്യനെ തറ പറ്റിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ടീച്ചറിൽ നിന്ന് അതാ പഠിച്ചത്. കൊടിയ ദുഃഖത്തിൻ്റെ, ഭർത്തൃവിയോഗത്തിൻ്റെ കൊടിയ ദുഃഖങ്ങളെ അതിജീവിപ്പിച്ചത് ആരാണ്? കർത്താവാണ്. കാര്യം എന്താണ്? ഈ പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവങ്ങൾ ഭയങ്കര ക്രിസ്തു അനുഭവങ്ങളുണ്ടല്ലോ, മറ്റപ്പോസ്തലന്മാരിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. ഈ മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല നേരിട്ട്, പക്ഷേ കാണാതെ കണ്ട ഒരനുഭവമാണ്. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. 1 Corinthians 26 മരണമെന്ന അവസാന ശത്രുവും അകപ്പടെ ക്രിസ്തുവിന്റെ പുറത്തുള്ള മരണമാണ്. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓ, അടിപൊളി! ആര്? ക്രിസ്തുവിന്റെ മരണത്താലാണേ അവൻ ജീവനെ പുനരുദ്ധരിച്ചില്ലേ, മരണം നശിപ്പിക്കപ്പെട്ടില്ലേ. ദൈവം സമസ്തവും അധീനമാക്കി അവൻ്റെ പാദത്തിന് അധീനമാക്കി. അതാണ് സംഭവം. അതുകൊണ്ടാണ് അവൻ കർത്താവായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ പറയത്തില്ലേ, നിങ്ങളിനി അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുക കേട്ടോ എന്ന് പറയുമ്പോഴും, അപ്പോൾ ഭർത്താവിൻ്റെ അസുഖമായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ അസുഖമായിരിക്കും. അമ്മ പറയും, എനിക്ക് അറിയിക്കേണ്ട ആളെ ഞാൻ അറിയിച്ചു, ഒരു ഡോക്ടറെ എന്ന് പറയും.
നാട്ടുവർത്തമാനത്തിൽ എത്ര സാക്ഷിയാണെന്ന് അങ്ങനെ വേണ്ടത്? ആരാണ്? അവർക്കറിയാം ഡോക്ടറല്ല കർത്താവെന്ന്, യേശുവാണ് കർത്താവ്. എത്ര ഹാർട്ട് അറ്റാക്ക് വന്ന് കോമായി പോയ ആൾക്കാരാണെന്നറിയാമോ ഈ ചേടത്തിമാർ ICU വിളിച്ചുകൊണ്ട് പോരണത്? എന്താ കാര്യം? കർത്താവിൻ്റെ നാമം, ദൈവം സമസ്തവും. നിന്റെ മരണം സംഭവിച്ചു എന്ന് പറയുന്ന അതിനെ പോലും ക്രിസ്തുവിൻ്റെ താഴെയാണ്. എൻ്റെ ദൈവത്തിലെ എനിക്ക് പലപ്പോഴും നിങ്ങളോട് യാചിച്ച് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ നല്ലൊരു സമയം ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ഒത്തിരി സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്. ഒരാവശ്യമില്ല. ഒരു മനുഷ്യനെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ വെറുക്കപ്പെട്ട മനുഷ്യരില്ലേ, അതുപോലെ തള്ളപ്പെട്ട മനുഷ്യർ, അങ്ങനെയുള്ളൊരു മനുഷ്യർ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അതിനേക്കാൾ വലുതായിട്ട് അവർക്ക്, കാര്യം ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തിൽ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പാലും പഞ്ചാരം പോരാ, ഭയങ്കര കോമ്പിനേഷൻസാണ് നമ്മുടെ മനസ്സിൽ, സന്തോഷവും രുചി നമുക്ക് തോന്നും. അപ്പോൾ അഭിരുചി ഉണ്ടാകും. ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള രുചിയും അഭിരുചിയുമാണ് ശരിക്കും. വെച്ചാൽ നമുക്കത് ഫീൽ ചെയ്യും, ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമെന്ന് തോന്നുകയല്ലേ, അതിനാണ് അഭിരുചി എന്ന് പറയുന്നത്. ഇത്തിരി കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു തോന്നത്തില്ലേ, അതിനാണ് അഭിരുചി. അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി. അപ്പോൾ അതുപോലെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക്, ഇപ്പോൾ എനിക്ക് ചില സമയത്ത് അങ്ങനെ പൊക്കി പറയുകയല്ല, എനിക്ക് ഇത്തിരി സമയം ഫ്രീ കിട്ടിയാൽ ഞാൻ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും, കർത്താവിനെക്കുറിച്ച് ചിന്തിക്കും. ചിന്തിക്കാൻ വേണ്ടി മാത്രമുണ്ട്, ഒരു ജന്മം ചിന്തിച്ചിട്ട് പോലും തീർന്നിട്ടില്ല. അതാണ് ക്രിസ്തു. ചില സമയത്തവർക്ക് ദൈവമേ, എൻ്റെ ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യമാണ്. പ്രത്യേകിച്ച് കാത്തലിക് പ്രീസ്റ്റ്ഹുഡ് അടിപൊളി. ക്രിസ്തുവിനെ അറിയാൻ, കാര്യം മറ്റുള്ളവർക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ ബൈബിളിലുള്ള ക്രിസ്തുവിലേ ഉള്ളൂ, കൂദാശയിലുള്ള ക്രിസ്തു ഇല്ല. അത് വേറിട്ടൊരു സംഭവമാണ്. സാഹിത്യ അക്കാദമിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അപ്പം തമ്പുരാനിൽ 2.5 മണിക്കൂർ തൊട്ട് 3 മണി വരെ എടുത്ത് ഞാൻ കുർബാനയിലിട്ടുണ്ട്. ഞാൻ വെറുതെ നിങ്ങൾ വായിത്തോളം പറഞ്ഞതല്ല, ഈ നമ്മൾ പബ്ലിക്കായിട്ട് കുർബാനയുള്ള പോലെയല്ല, ഒറ്റയ്ക്ക് ക്രിസ്തുവുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന ആഭിമുഖ്യമില്ലേ, അതൊരു വല്ലാത്ത ആഭിമുഖ്യമാണ്. കാര്യം കുർബാനയുടെ ലിറ്റർജിയുടെ ഓരോ വാക്കുകളും കർത്താവെ കനിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യഥാർത്ഥ ചരിത്രം അറിയുമെങ്കിൽ നമ്മുടെ കണ്ണു നിറയും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. എന്താ കാര്യം? രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഇപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പിന്തുടർന്ന് നശിപ്പിച്ച് അവരുടെ കൊട്ടക്കൊത്തളങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ജനങ്ങളെ ജീവനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നശിപ്പിച്ചിട്ട് അവരുടെ വസ്തുവകൾ കൊള്ളയടിച്ചുകൊണ്ട് രാജാവ് തിരിച്ചു വരും. ഒരു കുതിരപ്പുറത്ത് അശ്വാരൂഢനായി ആധികാരികമായിട്ട് വിജയശീലാളിനെ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷിച്ച രാജാവിനെ മുമ്പിൽ ആൾക്കാർ അവരുടെ തോൾനാടനും മേലങ്കികളും വിരിച്ചിട്ട് പറയും, കർത്താവെ കനിയണമേ, ലോർഡ് ഹാവ് മെർസി ഓൺ us. എന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ ശത്രുക്കളെ വേട്ടയാടി പിടിച്ചു, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു, അവരുടെ വസ്തുക്കൾ കൊള്ള ചെയ്ത് നീ വരികയാണ്. കർത്താവെ നീ നേടിയെടുത്തതിൻ്റെ ഞങ്ങൾക്ക് ഇത്തിരി തരണമേന്ന് ചോദിക്കും. അപ്പോൾ രാജാവ് സന്തോഷത്തോടെ സ്വർണവിൻ്റെ ഒക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ വാരി വാരി കൊടുക്കും. ഇതാണ് റോമൻ ചരിത്രം. ഇതിൽ നിന്നാണ് കർത്താവെ കനിയണം, ലോർഡ് ഹാവ് മെർസി ഓൺ us എന്ന് ജനങ്ങൾ പറയുന്നതാണ്. പിന്നീട് കർത്താവിനെ കണ്ടപ്പോഴും ജനങ്ങൾക്ക് പറയാൻ തുടങ്ങി. എന്താ കാര്യം? കർത്താവാണ് പാപത്തെ ജയിച്ചത്, സാത്താനെ തകർത്തത്, കൃപയെ പുനരുദ്ധരിച്ചത്. ആ കൃപയിൽ ഈ കുർബാനയിലൂടെ എന്നെയും പങ്കാളിയാക്കണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. ഇത് മനോഹരമാണെന്നറിയാമോ? നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ സാഹിത്യ അക്കാദമി കുർബാന ചെയ്യുമ്പോൾ 3 പ്രാവശ്യമല്ല കർത്താവ് വഴിയെന്ന് പറയണത്, ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണത്?
കർത്താവിനെ കുറിച്ച് ആ മനുഷ്യൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ലൈനിൽ വരുന്നത് വരെ ഞാൻ പറയും, കർത്താവെ കരുണമേ, ക്രിസ്തുവെ കരുണമേ. എന്താണ്? നീ നേടിയ രക്ഷയുടെ കൃപ എനിക്ക് അവകാശമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ നിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കട്ടെ. അതാണ് ഈ പൗരോഹിത്യം എന്ന് പറയണതിൻ്റെ കാര്യം. അതാണ് നമ്മുടെ പൗരോഹിത്യത്തിന് വരുന്നപ്പോൾ ശുശ്രൂഷ വരണം. എന്തുകൊണ്ടാണ്? ഇതെല്ലാം കൂടി നമ്മളെ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തവർ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പള്ളിയെക്കുറിച്ച് പറയും, സഭയെക്കുറിച്ച് പറയും. യു ഡോണ്ട് മൈൻഡ്, കേൾക്കുക പോലും നിങ്ങൾ ചെയ്യരുത്. എന്താ കാര്യം? ദിസ് ഇസ് നോട്ട് ഫോർ അസ്, നമുക്ക് വേണ്ടിയുള്ളല്ലേ. ഇപ്പോൾ എനിക്ക് തന്നെ എന്തുമാത്രം ആരോപണങ്ങളൊക്കെ ആൾക്കാർ പറയും. ഞാൻ മൈൻഡ് ചെയ്യരുത്. എന്താ കാര്യം? ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ. പിന്നെ ആരെങ്കിലുമൊക്കെ എന്നോട് പറയും. അപ്പം ഞാനതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ ഞാനത് തുറന്ന മനസ്സോടെ എടുക്കും. അതങ്ങനെ ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ, നമുക്ക് തിരുത്താമില്ല, എന്താ കുഴപ്പം? ടു ബി ഓപ്പൺ, അത്രേ ഉള്ളൂ കാര്യം. പക്ഷെ ഒരിക്കലും ആവശ്യമില്ലാത്തവിടത്ത് മുമ്പ് തലവെച്ച് നമ്മൾ ആ സമയത്ത് കൂടി ദൈവത്തെ അറിയാൻ ആ ഒരു വകുപ്പ് കൂടി എടുത്തിട്ട് ദൈവത്തെ ആശ്രയിക്കാനും അറിയാനും വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു കണ്ണ് തുറന്ന് വരുന്നത് പോലെയുള്ള ഒരു സന്ദേശമാണ്. നമുക്ക് കണ്ണിന് കാഴ്ച കിട്ടുന്നതിനേക്കാൾ ഉപരി ദൈവം നിൻ്റെ വിഷയത്തിൻ്റെ മേലെ നിൻ്റെ മുഖത്ത് നോക്കി നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരാൻ പോകുന്ന വലിയ ധ്യാന മുഹൂർത്തങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കൈ അടിച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. നമുക്ക് ഉപ്പുകുറ്റി ഇങ്ങനെ പൊങ്ങി നിൽക്കത്തില്ലയോ? ഉപ്പുകുറ്റി ഇങ്ങനെ പൊങ്ങി നിൽക്കണ പോലെ ഒരു മാംസവും കനമുള്ള മാംസം, എല്ലുപോലെ ദൃഢമായൊരു മാംസം ഒന്തി നിൽക്കുന്ന ശരീരം. അത് ചിലപ്പോൾ മുഖമാകാം, ചിലപ്പോൾ ശരീരത്തിന് വേറെ ഏതെങ്കിലും ഭാഗങ്ങളാകാം. കനമുള്ളൊരു മാംസം, എല്ലുപോലെ കഠിനമായ ഭാഗം ശരീരത്തിൽ ഉന്തി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വെറുതെ തമാശന് ഹസ്തരേഖകൾ കാണിച്ചു ആരെങ്കിലും കണ്ടാൽ മതി. ഇങ്ങനെ കൈയൊക്കെ നോക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഉടനെ കൈ കാണിച്ചു കൊടുക്കും. 5 രൂപയും 10 രൂപയും 50 രൂപയൊക്കെ ഇട്ട് കൈ കാണിച്ചു കൊടുക്കും. അപ്പോൾ നിൻ്റെ ഭാവി അവരുടെ കയ്യിലുണ്ട് എന്ന് നീ ചിന്തിച്ചാൽ നീ അവനെ ദൈവമായിട്ട് കാണുകയാണ്. അപ്പോൾ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്നുള്ള ഒന്നാമത്തെ കൽപ്പനകൾക്ക് എതിരാണ് ഇതുപോലെയുള്ള എല്ലാ ഭാവി പ്രവചനങ്ങളും അതുപോലെ തന്നെ വാരഫലങ്ങളും. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ആ വിഷയത്തോടെ എന്നേക്കുമായിട്ട് ദൈവത്തെ സ്വീകരിക്കാൻ വേണ്ടി വിട്ടുപേക്ഷിക്കാൻ പറയുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. കടലിൻ്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളുടെ മേൽ അത് ചത്ത് മലക്കുന്ന പോലെ ഒരു മെസ്സേജ് ഉണ്ട്. അതായത് അടിത്തട്ട് പോലും കേടാകുന്ന രീതിയിൽ, അടിത്തട്ടിന് പോലും ബലക്ഷയം സംഭവിക്കുന്ന രീതിയിൽ കടലിൽ ആന്തരികമായ ചലനങ്ങളുണ്ടാകുന്നു. അത് ഒരുപക്ഷെ ബാഹ്യമായ വെള്ളത്തിൻ്റെ ആദേശത്തിനൊക്കെ കാരണമാകാം. ഇപ്പം കടലിനെ സമർപ്പിച്ചുകൊണ്ട്, കടലിനെ അടിത്തട്ടിനെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഓരോ സമ്പത്തിനെയും വലിയ സംരക്ഷണം ആരാധനയുടെ യോഗ്യതയാൽ
ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലെ അടിനോ മൂക്കില് പ്രത്യേകിച്ച് വലത് ദ്വാരത്തിന് ശ്വാസം എടുക്കാൻ വലിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല. ശ്വാസം എടുക്കാൻ നോക്കുമ്പോൾ വാ തുറന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ മൂക്കുമായി ബന്ധപ്പെട്ടുള്ള ശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ശ്വാസ തടസ്സമുള്ളവരെയും ശ്വാസം എടുക്കാൻ പറ്റാത്തവരെയും ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റാത്തവരെയും അതിൻ്റെ പേര് വായ തുറന്നു വരുന്നവരെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസപ്രശ്വാസമായിട്ടുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ മേൽ അങ്ങയുടെ സൗഖ്യം ചൊരിയാൻ നന്ദി പറയുന്നു. ഒരു കുഞ്ഞിക്കൈയാണ്. ആ കുഞ്ഞിക്കൈയുടെ വലതുവശത്ത് ഞാഡീ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളുണ്ട്. കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. സന്ദേശത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയില് കാര്യങ്ങൾ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഓ ദിവ്യമാ സ്നേഹമേ, സ്വരത്തിലെ ഒരുമിച്ച് സ്വരത്തിലെ തിരുവത്താഴ തീയതി അമേരിക്കയിലെ ചിക്കാഗോയിൽ സീറോ മലബാർ സഭയുടെ കത്തീഡ്രലിലെ അഭിവന്യ ജോയി ആലപ്പാട്ട് പിതാവ് കൃപാസനം മാതാവിൻ്റെ രൂപം അൾത്താരെ പ്രതിഷ്ഠിക്കുന്ന ദിവസമാണ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധ ഭൂഖണ്ഡങ്ങളിൽ ദൈവമാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷയായ മാതാവിനെ പ്രതിഷ്ഠിക്കുന്ന ആ വലിയ സന്തോഷത്തോടൊപ്പം വലിയ പദ്ധതികൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വചന മാതാവിനെ കുറിച്ചുള്ള ദൈവികമായ കാഴ്ചപ്പാടുകൾ ഒരു പ്രാദേശികമായ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ നെഞ്ചിലെ മാതാവിൻ്റെ നെഞ്ചിൽ അന്ന് കാണിച്ച സമയഘടികാരമാണ്. ഭൂമിയിലെ സമയം ഒരു ജീവിത വിഷയമായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അമ്മയുടെ മാധ്യസ്ഥ ദൈവിക തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പദ്ധതികൾ എത്രയും വേഗം നടപ്പിൽ വരുവാൻ വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ കുറച്ചുകൂടി കവനൻ്റ് കോൺഫിഡൻസ് ഉണ്ടാകുന്ന എൻ്റെ അപേക്ഷ. കവനൻ്റ് എടുക്കുന്നവർ ആരാണ് കവനൻ്റ് ഹാർവസ്റ്റിംഗ് നടത്തുന്നത്? കവനൻ്റിലെ കോൺഫിഡൻസ് ഉള്ളവരാണ്.
ചിലർക്ക് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം. നമ്മുടെ കവനൻ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. പലരുടെയും ഒരു വിഷയം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, ചിലർക്ക് അത്ര കണ്ട ആത്മവിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് അവരുടെ കവനൻ്റെ ഉടമ്പടി പമ്മി നിൽക്കുന്നതിൻ്റെ കാരണം. ചിലർക്ക് വെടിക്കെട്ട് ആത്മവിശ്വാസമാണ്. ചിലർ പറയും അമ്മയുടെ മുമ്പിൽ ഒന്ന് ചെന്ന് നിന്നാൽ മതിയെന്ന് പറയും. അവരുടെ അനുഭവം അവരുടെ വിശ്വാസത്തിന് ആനുപാതികമായിരിക്കും. ചിലർ പറയും പോയി നോക്കാം, എടുത്ത് നോക്കാം, എങ്ങനെ ഇരിക്കുന്നു വരട്ടെ. നമ്മുടെ ഈ പ്രശ്നമെന്നൊക്കെ പറയുന്നത് എന്തൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും? ദൈവത്തിൽ പോലും അവർക്ക് ദൈവത്തിനെ കൊണ്ടത് പറ്റുമെന്നാണ് അവർക്ക്. ഈ പണ്ടത്തെ അവരുടെ വിശ്വാസപ്രകാരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്, വലിയ കാര്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചെയ്യണം. എന്താണ് പ്രശ്നം? ആൾക്കാരുടെ ഒരു അപ്രോച്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, യുവർ കൺസെപ്റ്റ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് കണ്ടൻറ്റ്, ഇതെല്ലാം ലിറ്റിൽ ഗോഡാണ്. ചെറിയ ദൈവങ്ങൾ വല്ല പനി മാറ്റുക, ജലദോഷം മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എൻ്റെ 7 കോടി കടവാണ്, ദൈവത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാർ ചെയ്യുക ദൈവത്തിന് പോലും നടക്കില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അവരുടെ ദൈവം അത് ഒരു ബ്ലാസ്ഫെമിയാണ്. അങ്ങനെ ദൈവത്തിന് പോലും പറ്റുമെന്ന് ചിന്തിക്കണ പോലും ബ്ലാസ്ഫെമിയാണ്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, ദൈവശാപം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണ അല്ല, ആദ്യമേ ഓർക്കേണ്ട ഇതാണ്. ഇപ്പം തന്നെ പാടിയ പാട്ട് എന്താണ്? ഹബക്കൂക്ക് 5:6 1:5 എന്താണ്? പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. എന്ന് വെച്ചാൽ നിൻ്റെ ചിന്തയ്ക്ക്, ബുദ്ധിക്ക്, ആലോചനയ്ക്ക്, അറിവിന്, അനുഭവത്തിനപ്പുറത്ത് ഉള്ള പ്രവൃത്തികളാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു വിശ്വാസം. ഇപ്പോൾ ഇന്നലെ ഒരു മണിപ്പൂരിൽ നിന്ന് ഒരു ദമ്പതികൾ വന്ന്, അപ്പോൾ അവരത്ര അകലെന്ന് വന്ന കാരണം ഞാൻ അവരെ അപ്പം തന്നെ കണ്ടവർ. അല്ലെങ്കിൽ പിന്നെ അവർ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ വിളിച്ചവരെ. കാര്യം അവർ ഇവിടെ ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർ അത്രയും ദൂരെ എന്നൊക്കെ വരുമ്പോൾ കാണേണ്ടത് ഒരു ധാർമ്മികമായ ഒരു വിഷയമാണ്. അപ്പോൾ ഞാനവരെ വിളിച്ചു, ഞാൻ ചോദിച്ചു വിഷയം എന്താണെന്ന് തിരക്കി. അപ്പോൾ അവർക്ക് 7 കോടി രൂപയുടെ കടമാണ്, അതാണ് വിഷയം. അപ്പോൾ ആരോ അച്ഛന്മാർ അവിടുത്തെ സലീഷ് അച്ഛൻ ഗൈഡ് ചെയ്തതാണ് കൃപാസനത്തിലോട്ട്. അപ്പോൾ അച്ഛന്മാരായാലും ശരി, അവർക്ക് ഇപ്പോഴേ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഒരു മനുഷ്യന് ഒരു വലിയ ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാനുള്ള ഒരു സ്ഥലമാണ് അമ്മയുടെ നെഞ്ചകം. അപ്പം അതുകൊണ്ട് അച്ഛനെ അവരെ പറഞ്ഞു വിട്ട്. പക്ഷെ ഞാൻ അതുപോലെ തന്നെ അവരെ സ്വീകരിച്ച് അവരുടെ പേപ്പറൊക്കെ നോക്കി. പേപ്പറെല്ലാം ഓക്കെയാണ്, അവരുടെ ഉടമ്പടിയും അതെല്ലാം കറക്റ്റാണ്. ഞാനൊരു കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് ഇനി ഇപ്പോൾ മണിപ്പൂരിലെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് കടവും കൂടി വന്നപ്പോൾ സർവൈവിങ്ങിന് പാടാണ്. അപ്പം ഞാനിത് കൊണ്ടുവന്ന് ഈശോയെടുത്ത് കൊടുത്തു, ഇവരുടെ ചീട്ട് അമ്മയെടുത്ത് കൊടുത്തിട്ട് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോ, അതാണല്ലോ നമ്മുടെ പ്രൊസീജിയർ. ആദ്യം അമ്മയെടുത്ത് വെച്ച് അത് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോയുടെ കാൽപാദങ്ങൾ വെക്കുമ്പോൾ ഉടനെ ഒരു വലിയ താക്കോല്. അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. താക്കോൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കവനൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് താക്കോല്. അതൊരു ദർശനമാണ്. അപ്പം അതിൻ്റെ അർത്ഥം ആ വിഷയം ദൈവം തുറക്കാൻ പോകണം. നമുക്ക് തുറക്കാൻ പറ്റാത്ത വിഷയമാണത്, ദൈവം അത് തുറക്കാൻ പോകണം. അതെന്താ ഈ താക്കോൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തതിൻ്റെ കാരണം, തലേ ദിവസം ഇന്നലെ വേറെ ഒരു സഹോദരി, അവരുടെ പേര് സാന്ദ്ര സന്തോഷ്, കോട്ടയം. സാന്ദ്ര സന്തോഷിൻ്റെ ജീവിതം ഇതുപോലെ അടഞ്ഞു പോയ ജീവിതമാണ്. സാന്ദ്ര സന്തോഷിന് ഇതുപോലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. സാന്ദ്ര സന്തോഷ് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം വന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യം വന്നത് ഇവിടെയാണ്. ഇവിടെ വരാൻ വേണ്ടി വന്നതല്ല, വേളാങ്കണ്ണിലൂടെ പോണ വഴിക്ക് എൻ്റെ പാതിക്കെ കൂടി പോയപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സാന്ദ്രയുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കുറച്ച് മനോവിചാരങ്ങളുണ്ട്. ഈ വിശ്വാസം വിചാരവും തമ്മിൽ ഭയങ്കര കണ്ടൻ്റാണ്. നിങ്ങൾ പലപ്പോഴും പണിമേടിക്കണം. നിങ്ങൾ വാ പൊളിച്ചില്ലെങ്കിൽ നിങ്ങൾ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർ വാ പൊളിച്ചാലല്ല കണ്ണക്കുറിട്ട് അടി മേടിക്കത്തുള്ളൂ. ചില വാ പൊളിച്ചില്ലെങ്കിൽ അടി പാഴ്സൽ മേടിക്കും. വിചാരിച്ചാൽ മതി. നമ്മുടെ അതാണ് വിചാരവും വിശ്വാസവും തമ്മിൽ. ആദ്യം വിശ്വാസം വിചാര രൂപത്തിലാണ് രൂപപ്പെട്ട് വരുന്നത്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതാണ് നിങ്ങളുടെ വിശ്വാസം.
അപ്പോൾ ഈ വിചാരം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയേക്കണം. എന്താ കാര്യത്തിൽ ഇപ്പോൾ രക്തസ്രാവക്കാരി എന്താണ് വിചാരിച്ച നില പറയണത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. അപ്പോൾ ആ വിശ്വാസം ആദ്യം എന്നെ എവിടുന്നാണ്? കരുതലിനാണ് വന്നത്. അപ്പോൾ നിസ്സാരമല്ല. നിങ്ങൾക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് വല്ല പൊട്ടക്കരുതലുമാണെങ്കിൽ അടി പാർസൽ മേടിച്ചിട്ടേ പോകത്തുള്ളൂ. കാര്യം അതോടുകൂടി തന്നെ നിങ്ങൾ കാര്യത്തിൽ തീരുമാനം. പിന്നെ നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് കരുതൽ മാർക്കോസ് 5:28 അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞേ. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അപ്പൊ വസ്ത്രത്തിൽ തൊട്ടാൽ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ച ഈശോ പറഞ്ഞ എന്താണ്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വിശ്വാസം അവളിലുണ്ടായത് എങ്ങനെയാണ്? വാക്കിലൂടെ അല്ല പറഞ്ഞത്, പിന്നെ എന്താ? വിചാരത്തിലൂടെയാണ്. അപ്പോൾ ഈ സാന്ദ്ര സന്തോഷിൻ്റെ വിചാരം എന്താണെന്നറിയാവോ? അവളിവിടെ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവളെ വെള്ളിയിൽ വിചാരിക്കുകയും എന്നാത്തിനായിത്തെ വരച്ച് കെട്ടി ആൾക്കാരെല്ലാം കൂടി ഇവിടെ വന്ന വല്ല കാര്യം ഉണ്ടാകും. അതാണ് അവളുടെ വിചാരം. അവളുടെ വിചാരം അതാണ്, ഇത്രയും തിരക്കാണിക്കേണ്ട വല്ല കാര്യമുണ്ട്. എന്നിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അത്രയും നോളജുള്ളു എന്ന് എന്ത് കഥ അറിഞ്ഞിട്ടാണ് ഈ ആൾക്കാർ ഈ ഡിസൈനിൽ കയറണമെന്നാണ് തല ചിന്തിക്കുന്നത്. അപ്പോഴേ അങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ചിട്ട് അവർ വെള്ളാങ്കലിലേക്ക് പോയി. പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ വല്ല ചിന്ത ഉണ്ടെങ്കിൽ ഭാവി കാര്യങ്ങളിലൊരു പണി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എന്താ കാര്യം? നിങ്ങൾ വിശുദ്ധമായൊരു സ്ഥലത്ത് വന്നിട്ട് ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കഴിവില്ലാത്ത ഒരു ഉരുപ്പടിയായിപ്പോയി. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ളത് 10,000-കണക്കിന് സാക്ഷ്യങ്ങളാണ്. അനുദിനം മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ, അത് മാത്രം കേട്ടാൽ മതി. ഇവളിങ്ങനെ പറഞ്ഞു പോയെങ്കിലും അവളെ ദൈവത്തിനെതിരൊന്നും അല്ലേ. ഇവിടെ എന്തിനാണ് ആൾക്കാരിങ്ങനെ ഇടിച്ചു തല്ലണത്? ഇതൊക്കെ വല്ല അറിഞ്ഞിട്ടാണ്, വല്ല ഉള്ള കാര്യമാണ് എന്നുള്ള ചിന്ത അവർക്ക് അറിയത്തില്ലല്ലേ. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈം ഹീസ് കമ്മിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കല്ല് കടിക്കാൻ തുടങ്ങി. നല്ലൊരു ഭർത്താവിനെ കിട്ടിയതാണ്, മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ നമ്മളെപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമേ, നിങ്ങൾ എപ്പോഴും അസമയത്തും സമയത്തും പ്രാർത്ഥനയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പോൾ ചെറിയ പറയാം, നല്ല ഭർത്താവിനെ കിട്ടി, സന്തോഷമാണ്, അവൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് ജോലിയുണ്ട്, പിന്നെ കുഞ്ഞിനെ കെട്ടി, ജീവിക്കാനൊരു വീടൊക്കെ ആയി, ബന്ധുക്കളും സ്വന്തപ്പെട്ടവരുണ്ട്, എല്ലാം ഹൈഫൈ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇപ്പം സാന്ദ്ര പറയുന്നുണ്ടത് സാക്ഷ്യത്തിലെ. ഞാൻ നല്ലവണ്ണം ബൈബിൾ വായിക്കുന്ന ആളായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കിടന്നുറങ്ങണ മുമ്പ് ബൈബിൾ വായിച്ചേക്കണമെന്ന്. കിടന്നുറങ്ങണതിന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ കിടന്നുറങ്ങാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ലെന്നാണ് പറയണത്. ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ല. പക്ഷേ നല്ല ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ നിക്കക്കള്ളിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആദ്യം അത് ബാധിച്ചത് എവിടെയാണ്? പ്രാർത്ഥനാ ജീവിതത്തെയാണ് ബാധിക്കണത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ നിങ്ങൾക്ക് ആത്മീയമായിട്ടൊരു മോശം കാലം തുടങ്ങിയെന്ന് പറയാം. നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയമായിട്ട് അധികം പ്രാർത്ഥനയില്ലാത്ത, ദൈവാശ്രയമില്ലാത്ത ഒരു മോശം കാലം വരും. അതൊന്ന് മനസ്സിലാക്കാം. കാര്യം നല്ല കാലം കൈകാര്യം ചെയ്ത് വന്ന മിസ്റ്റേക്കാണത്. നല്ല കാലം വരുമ്പോൾ അതുപോലെ തന്നെ ദൈവത്തോടും, ഇപ്പം ദൈവത്തിനെ കൊണ്ട് ചിലരെന്താ ചെയ്യണമെന്നറിയാമോ? എനിക്കിപ്പോൾ ഞാൻ എന്നാത്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തവരുടെ അന്ധന്മാരുടെ കാലം ഇനി വർദ്ധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളെല്ലാം പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പലർക്കും യൂറോയിലാണ് ശമ്പളം കിട്ടുന്നത്. ഇന്ത്യൻ മണി എപ്പോഴും അതിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുന്ന സമയത്ത് യൂറോക്കാരൻ്റെ കണ്ണു പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ്? അവൻ ചിന്തിക്കാത്ത കാശാണ് ശമ്പളമായിട്ട് അവന് കിട്ടുന്നത്. അപ്പം അതിനോട് ഫണ്ട് കിട്ടി, ജോലി കിട്ടി, ഫ്ലാറ്റ് കിട്ടി, ജീവിതം കിട്ടി, പിന്നെ എന്തിനാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ ഒരു വംശം ഉണ്ടാകുന്നുണ്ട്, അന്ധതയുടെ ഒരു വംശം വരുന്നുണ്ട്. എന്തിന് പ്രാർത്ഥിക്കണം?
ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ, ഇനി കാര്യമില്ലാത്ത കാലം വരും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപകാലമെന്ന് പറയണത് അവൻ എന്തിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയേണ്ടാത്ത ഒരു കാലം വരുമ്പോഴാണ്. അപ്പോൾ മാത്രം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു നല്ല കാലം വന്ന് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത കാലം വന്നാൽ പ്രാർത്ഥന ഡിമിനിഷ് ചെയ്യും, മങ്ങിപ്പോകുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്ത് നല്ലവണ്ണം ആശ്രയിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതെ ദൈവം ലാഗ് ചെയ്ത് കൊണ്ടുപോകണത്. കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവാനുഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യത്തുള്ളൂ. ഇപ്പം തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം കയ്യെത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹൈഫൈവായി, പ്രാർത്ഥനാ ജീവിതം ഇല്ല, പിന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇഷ്യൂ ഉണ്ടാകണം. അപ്പോൾ ഇഷ്യൂ ബേസ്ഡാണ് നമ്മുടെ ആധ്യാത്മികത. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു വിഷയബന്ധിയാണോ അതോ നമുക്കറിയാമല്ലോ ക്രിസ്തീയ ആധ്യാത്മികതയുടെ പ്രശ്നം അതൊരു വ്യക്തിബന്ധമാണ്. ആ ക്രിസ്തീയ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെ ഇൻ്റർനാഷണലോട് പറയുമായിരുന്നു, why there are so many fervent martyrs, holy martyrs and saints in the Catholic Church. എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭയിൽ ഇത്ര കണ്ട് ധർമ്മരക്തസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികളും ഉള്ളത്? ബിക്കോസ് ഗോഡ് ഈസ് എ പേഴ്സൺ. ദൈവം ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബുദ്ധിസമൊക്കെ പറയുന്ന പോലെയും അല്ലെങ്കിൽ വേദിക് റിലിജനൊക്കെ പറയുന്ന പോലെ ഒരു തുരിയ സ്റ്റേജ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാതിഭാസികമായ ആശയവാദങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചത്തെ കാണുന്ന വേറെ കാഴ്ചപ്പാടുകളുണ്ട്. അതിലുള്ള യോഗിസ്റ്റിക് മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ മെത്തേഡെല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ആ ഒരു ദൈവത്തെ വ്യക്തിയായിട്ട് നമുക്ക് അനുഭവിക്കാത്തോടത്തോളം കാലം നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള അനുഭവങ്ങളാണ്. അതിൽ ഒരു വ്യക്തിയെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളിനെ, ഒരു മെറ്റാഫിസിക്കൽ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് അവൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഗോഡ് ഈസ് എ പേഴ്സൺ. ഇത് വ്യക്തി, ക്രിസ്തു ഒരു വ്യക്തിയാണ്. സോ വി ക്യാൻ ഹാവ് എ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമുക്ക് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാകും. പേഴ്സണൽ റിലേഷൻ അറിയാമല്ലോ. വ്യക്തിപരമായ റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനുഷ്യർ അതിനു വേണ്ടി ജീവിക്കും, ചിലപ്പോൾ മരിച്ചെന്നും വരും. അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവം ഒരു വ്യക്തിയായത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായി വരുന്നത്. ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക്? മൂക്കുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്, പിന്നെ എന്താണ്, ചെവിയുണ്ട്, കണ്ണുണ്ട്, അല്ലേ? ഇത്രയും 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും ബൈബിളിലെ ദൈവം ഗോചരീഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുഭവം. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ഈ ധർമ്മശാസ്ത്രം ചെയ്യുന്ന ആൾക്കാർ നോക്കണത് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും കൊണ്ടുവന്ന് ദൈവത്തിന് ടഞ്ചിബിളാക്കാൻ കഴിയുമോ? അതിന് ബൈബിളിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, സഭയുടെ പഠനങ്ങൾ എന്താണ്, ഇതൊക്കെ ഞങ്ങളെപ്പോഴും ധരിക്കണത്. ഇപ്പം തന്നെ സാന്ദ്ര ഇവിടുന്ന് പോയി. എന്താ സാന്ദ്രയ്ക്ക് സംഭവിച്ചത്? സാന്ദ്ര പെട്ടെന്ന് ഡൈവേഴ്സായി. എനിക്ക് ഒരു ലൈഫ് തന്നെ കണ്ടില്ലേ, ഒരു പൗർണമിയിലേക്ക് നിന്ന് വെച്ച് പെട്ടെന്ന് ജീവിതം അമാവാസിയിലേക്ക് കയറുകയാണ്. പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനല്ലേ? പൂർണ്ണചന്ദ്രൻ്റെ ആ ചന്ദ്രശോഭയെന്ന് പെട്ടെന്ന് അത് അമാവാസിയിലേക്ക് പോകും. അമാവാസിയിലേക്ക് പോകുമ്പോൾ എന്താ പറയണത്? ജീവിതം ഇരുണ്ടു പോകും. അവർ പിരിഞ്ഞു പോയി, കേസായിപ്പോയി. അവർ പിരിഞ്ഞും പോയി, കേസായിപ്പോയി. കേസായി കഴിഞ്ഞിട്ട് എന്താ പറ്റണത്? ഇങ്ങനെ കേസ്. അപ്പോൾ ലൈഫ് നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ്, നേരെ സൗത്ത് പോളിൽ നേരെ നോർത്ത് പോളിലേക്ക് വരികയാണ്. നേരെ ഓപ്പോസിറ്റ് അനുഭവങ്ങളാണ്. ഈ ഓപ്പോസിറ്റ് അനുഭവങ്ങളാകുമ്പോഴും ഈ സാന്ദ്രയുടെ ഹിസ്റ്ററി, ആ കേസ് ഹിസ്റ്ററി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണ്? സാന്ദ്രയ്ക്ക് ഒരു ഡിപ്പോസിറ്റ് ഉണ്ട് ജീവിതത്തിൽ. എന്ത് ഡിപ്പോസിറ്റാണ്? അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ ഉറങ്ങണതിന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ ഉറങ്ങാവൂ. അപ്പോൾ നമുക്ക് അത് അവളങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ അവർക്ക് ഇപ്പം ഞാൻ ബൈബിൾ വായിച്ചു, എനിക്ക് തന്നെ അതിനാ ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറയും. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരു ആസ്തി സ്വരൂപിക്കുകയാണ്. എപ്പോഴും നമ്മൾ കൊഴുത്ത പശുക്കളെ സ്വപ്നം കാണുമ്പോൾ മെല്ലിച്ച പശുക്കളെ പ്രീസപ്പോസ് ചെയ്യേണ്ടി വരും.
അതാണ് ബൈബിൾ നൽകുന്ന പാഠം. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ